ഹലോ അസ്സലാമു അലൈക്കും. ദുബായ് വന്നപ്പോൾ തൊട്ട് പോകണമെന്ന് ആഗ്രഹിച്ച ഈ ഒരു ഫ്യൂച്ചർ മ്യൂസിയത്തിലാണ് നമ്മളിന്ന് പോകുന്നത്. ദുബായിയുടെ മെയിൻ അട്രാക്ഷനിലൊന്നാണ് ഈ ഒരു മ്യൂസിയം. ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഡിസൈൻ ചെയ്തേക്കുന്ന അറബിക് കാലിഗ്രഫി കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു ബിൽഡിംഗ് മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ 2 ഫ്ലോർ നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം. ആ 2 ഫ്ലോറിലായിട്ട് നമുക്ക് വിവിധ തരം റോബോട്ടുകളെ കാണാം. അതിലൊന്നാണ് ഈ ഒരു ഫ്ലൈയിങ് റോബോ. അത് ഓരോ 30 മിനിറ്റ്സിൽ ഇതിവിടെ പാറിപ്പറന്ന് നടക്കും. അത് നമ്മളെ വെൽക്കം ചെയ്യുന്നത് തന്നെ ആ ഒരു ഫ്ലൈയിങ് റോബോ ആണ്. ഇതാണ് റോബോട്ടിക് ഡോഗ്. ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ചു, ഈ പട്ടിക്ക് വാലില്ല ഗൈസ്. ഈ റോബോയെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ലേഡിയാണ്. അമ്മേ, പൂമുഖത്തേക്കൊരു ബ്ലാക്ക് ടീയേ. ഇവനെയൊക്കെ കൊണ്ട് പണിയെടുപ്പിക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം വരുന്നത്. ഈ കോഫിക്ക് വലിയ ടേസ്റ്റൊന്നുമില്ല കേട്ടോ, പൈസ പോകുന്നത് തന്നെ മിച്ചം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതുപോലൊരു സ്റ്റോളുണ്ട്. 2071 ദുബായ് എങ്ങനെ ആയിരിക്കും എന്ന് കാണിക്കുന്ന ഒരു മ്യൂസിയമാണിത്. ടോട്ടൽ 7 ഫ്ലോറാണ് ഈ മ്യൂസിയത്തിനുള്ളത്. അവിടെ നമുക്ക് 2 ഫ്ലോർ മാത്രമേ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള ഫ്ലോറിന് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഏകദേശം നാട്ടിൽ 4000 റുപ്പീസ് അടുപ്പിച്ച് വരും. അത്രയും കൊടുത്ത് കാണാനുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഈ 2 ഫ്ലോർ അടിപൊളിയാണ്. ദുബായിലുള്ളവരാണെങ്കിൽ എമിറേറ്റ്സ് ടവർ മെട്രോ സ്റ്റേഷൻ സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് ഡയറക്റ്റ് ഫ്യൂച്ചർ മ്യൂസിയം എൻട്രൻസ് ഉണ്ടാവും. അതുവഴി നമുക്കിവിടെ ആക്സസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഈ മ്യൂസിയത്തിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ. നമ്മൾ നൈറ്റായി പോയതുകൊണ്ട് നൈറ്റ് വ്യൂ ആണ് കണ്ടത്. പക്ഷേ ഡേ വ്യൂവിനേക്കാളും എനിക്കിഷ്ടപ്പെട്ട നൈറ്റ് വ്യൂ ആണ്. നമ്മൾ ഈ ഫോണിൽ കാണുന്നത് പോലെയല്ല, നേരിട്ട് ഭയങ്കര രസമാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ പൂളാണെന്ന് വിചാരിക്കും, പക്ഷേ പൂളല്ല, നമ്മൾ പറ്റിച്ചു ഗൈസ്. ചെറിയ തോതിൽ മാത്രമേ വെള്ളമുള്ളൂ, അതുകൊണ്ട് ആ പൂച്ച വെള്ളം കുടിച്ചു. മ്യൂസിയത്തിൻ്റെ റിഫ്ലക്ഷൻ നമുക്കിവിടെ കാണാം. ഇത്രയ്ക്കുള്ളൂ മ്യൂസിയത്തിൻ്റെ വിശേഷം. നമുക്ക് നെക്സ്റ്റ് വീഡിയോ വരെ ടാറ്റാ ബൈ ബൈ, സീ യു.